നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സെയ്ദ് ഇബ്രാഹിം. ആദ്യം പ്രധാന വാർത്തകൾ. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ പുനലൂർ ഇടമൺ റീച്ചിലെ അന്തിമഘട്ട ഗേജ് മാറ്റ ജോലികൾ പുനരാരംഭിച്ചു. 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സൂചന. വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവും സമൂഹത്തിന്റെ അവഗണനയും കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് ചിതറ ഗ്രാമപഞ്ചായത്തിലെ ബാലസഭ. അഞ്ചൽ ഏറത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. അഞ്ചലിൽ കുടുംബശ്രീ യൂണിറ്റിന് അനുവദിച്ച ബാങ്ക് ലോൺ കുടുംബശ്രീ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് തട്ടിയെടുത്തതായി ആരോപണം. പുനലൂർ ചെങ്കോട്ട റെയിൽവേ പാതയിൽ ഇടമൺ റീച്ചിലെ അന്തിമഘട്ട ഗേജ് മാറ്റ ജോലികൾ പുനരാരംഭിച്ചു. മാസങ്ങളായി മന്ദഗതിയിലായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പുനലൂർ ഇടമൺ റീച്ചിൽ കലേനാടിന് സമീപം ഗേജ് മാറ്റത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ ട്രാക്കിൽ മെറ്റലുകൾ നിരത്തി തുടങ്ങി. ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മെറ്റലുകൾ ഇവിടെ എത്തിച്ചിരുന്നു. 4 മീറ്റർ വീതിയിലാണ് ട്രാക്ക് ഒരുക്കാൻ മെറ്റൽ നിരത്തുന്നത്. പുനലൂർ മുതൽ ഇടമൺ വരെയുള്ള ഭാഗത്താണ് അന്തിമഘട്ട ജോലികൾ പുരോഗമിക്കുന്നത്. മെറ്റലിന് മുകളിൽ ട്രാക്ക് നിരത്താനുള്ള ഉരുക്ക് ഗേജുകളും സ്ലീപ്പറുകളും പുനലൂരിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇടമൺ തെന്മല ആര്യങ്കാവ് ഭഗവതിപുരം റീച്ചുകളിൽ നിർമ്മാണം മന്ദഗതിയിൽ തന്നെ തുടരുകയാണ്. തുരങ്കങ്ങളുടെ വീതി കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ പാതയിലെ പാലങ്ങളിലെ ജാക്കറ്റിംഗ് പ്രവർത്തനങ്ങൾ പല ഭാഗങ്ങളിലും നിലച്ചിട്ടുണ്ട്. പുനലൂർ ഇടമൺ റീച്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ മറ്റു റീച്ചുകളിലെ ഗേജ് മാറ്റ ജോലികൾ വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ വൃത്തങ്ങൾ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്കൂളുകളിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയും സമൂഹത്തിൽ നിന്നുള്ള അവഗണനയും കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് ചിതറ ഗ്രാമപഞ്ചായത്തിലെ ബാലസഭ. CDSന്റെ നേതൃത്വത്തിൽ 2 നാൾ നീണ്ട ബാലസഭ സമാപിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യം, കുടിവെള്ളം, ഉച്ചഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിദ്യാലയങ്ങൾ പിന്നിലാണ്. പഠിക്കുന്ന കുട്ടികളെയും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയും അധ്യാപകർ വേർതിരിച്ചു കാണുന്നതായും ബാലസഭാംഗങ്ങൾ വ്യക്തമാക്കി. പഞ്ചായത്തിലെ ഉൾമേഖലകളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ, സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം, ബസ് ജീവനക്കാരുടെ മോശമായ പെരുമാറ്റം ഇവയെല്ലാം അധികൃതരുടെ മുന്നിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. കുട്ടികൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പു നൽകി. ബാലസഭ പഞ്ചായത്ത് പ്രസിഡന്റായി കൃഷ്ണസൂര്യയെയും സെക്രട്ടറിയായി സംഗീതനെയും തെരഞ്ഞെടുത്തു. ഇവർക്ക് പുറമെ 7 അംഗ സ്ഥിരം സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. 24, 25 തീയതികളിലായി ചിതറ കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ബാലസഭ. കുട്ടികൾ സമൂഹത്തിലും സ്കൂളിലും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ബാലസഭയിൽ ചർച്ച ചെയ്തു. ബാലസഭ സ്ഥിരം സമിതി അംഗങ്ങൾ പ്രശ്നങ്ങൾ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ചിതറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ, പരുത്തി HSS, മുതയിൽ LPS, ചിതറ LP സ്കൂൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തത ബാലസഭയിൽ പ്രധാന ചർച്ചാ വിഷയമായി. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ഒന്ന്, ബോധവൽക്കരണത്തിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി അതിൽ മാറ്റം ഉണ്ടാക്കുക. മറ്റൊന്ന്, നിയമപരമായ നടപടികളിലൂടെ മാറ്റം ഉണ്ടാക്കുക. ഇതിനൊക്കെയാണ് നമ്മുടെ നാട്ടിന്റെ ആവശ്യമുണ്ട്. ഇതിൽ നിങ്ങൾ പറഞ്ഞതിൽ പ്രധാനമായിട്ടും ഞാൻ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് ബോധവൽക്കരണത്തിലൂടെ മാറ്റം ഉണ്ടാക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഉദാഹരണം, ഒരു സ്കൂളിൽ 40 കുട്ടികൾ പഠിക്കുന്നതിൽ 1-2 കുട്ടികൾ പഠിത്ത കാര്യങ്ങളിൽ വളരെ മുൻപന്തിയിലാണെങ്കിൽ ആ ക്ലാസ്സിനെ നിയന്ത്രിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആ പഠിക്കുന്ന കുട്ടിയോട് അധിക പ്രാധാന്യവും പഠിത്തത്തിൽ അല്പം ശ്രദ്ധ കുറവുള്ള കുട്ടികളോട് മറ്റൊരു മനോഭാവത്തിലുള്ള ഇടപെടലിൽ പോകുമ്പോൾ അത് കുട്ടികളിൽ ഒരു അവകാശതാ ബോധത്തിന് വഴിയൊരുക്കുന്നു. യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇതിനെ നിയമപരമായി ഒന്നും ചെയ്യാൻ പറ്റുന്നതാണ്. സെക്രട്ടറി സുരേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജീവ് ദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ശബരിനാഥ്, മാറ്റാപ്പള്ളി മുഹമ്മദ് റാഫി, CDS ചെയർപേഴ്സൺ ഉഷ, വൈസ് ചെയർപേഴ്സൺ മിനിമോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. ചെറുകിട വ്യവസായങ്ങൾക്കായി കുടുംബശ്രീ യൂണിറ്റിന് അനുവദിച്ച തുക സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് തട്ടിയെടുത്തതായി ആരോപണം. അഞ്ചൽ പഞ്ചായത്തിലെ പനയഞ്ചേരി വെൺമണിയോട് അതുല്യ കുടുംബശ്രീ യൂണിറ്റിലെ സാരഥികൾക്കെതിരെയാണ് അംഗങ്ങൾ അഴിമതി ആരോപണവുമായി രംഗത്ത് വന്നത്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡായ പനയഞ്ചേരി വെൺമണിയോട് അതുല്യ കുടുംബശ്രീ യൂണിറ്റിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് 1.5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് അംഗങ്ങളുടെ ആരോപണം. 2009-ൽ യൂണിറ്റിലെ അംഗങ്ങൾക്ക് പശുവിനെ വാങ്ങാനും കച്ചവടത്തിനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കുമായി 5 ലക്ഷം രൂപ അഞ്ചൽ യൂക്കോ ബാങ്ക് ലോൺ ഇനത്തിൽ അനുവദിച്ചിരുന്നു. എന്നാൽ ബാങ്ക് 5 ലക്ഷം രൂപ 2 ഘട്ടമായാണ് അനുവദിച്ചത്. 2009 സെപ്റ്റംബർ മാസത്തിൽ 3,36,000 രൂപ യൂണിറ്റിന് ആദ്യഘട്ടമായി കൈമാറിയിരുന്നു. ഈ തുക യൂണിറ്റ് അംഗങ്ങൾക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. ബാക്കി തുക 6 മാസത്തിനു ശേഷം അനുവദിക്കാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചിരുന്നതായി സെക്രട്ടറിയും പ്രസിഡന്റും അംഗങ്ങളോട് പറഞ്ഞു. എന്നാൽ 2011 ആഗസ്റ്റ് മാസത്തിൽ ബാക്കി തുകയായ 1,64,000 രൂപ ബാങ്ക് അധികൃതർ നൽകുകയും ചെയ്തു. ഈ വിവരം സെക്രട്ടറിയും പ്രസിഡന്റും അംഗങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും ഇതിന്റെ കണക്ക് വിവരങ്ങൾ അറിയിച്ചില്ലെന്നും കുടുംബശ്രീ യൂണിറ്റ് അംഗം കൃഷ്ണമ്മ ലൈവ് വാർത്തയോട് പറഞ്ഞു. അത് 30 തവണ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അടച്ചിട്ടുണ്ട്. അതിലും 40,000 രൂപ
അവരടച്ചു. ബുക്ക് നോക്കിയപ്പോ അങ്ങനെയുണ്ട്. 30 തവണ ഞങ്ങൾ അടച്ചു. എന്നിട്ടും അത് കറക്റ്റായിട്ട് അടച്ചില്ല. പിന്നെ സമ്പാദ്യത്തിൽ നിന്ന് ഞങ്ങൾ ഇന്ന് 200 രൂപ 400 രൂപ ചന്തയിൽ പോകുമ്പോൾ അവിടെ ഇട്ടുകൊണ്ട് വരും. അതെല്ലാം ഇപ്പൊ പാസ്ബുക്ക് ഒക്കെ ഇവിടെ ഞങ്ങൾ അറിയുന്നത്. ഞങ്ങൾക്ക് കണ്ണു കണ്ടുകൂടാ. ഞങ്ങൾ ജോലിക്ക് ഇറങ്ങിപ്പോയാൽ ഇത് അടച്ചു കിട്ടുന്നത്. അതുകൊണ്ട് ഇനി ഒരു പൈസയും ഞാൻ അടക്കത്തില്ല. പാസ്ബുക്ക് ചോദിക്കുമ്പോൾ പറയും കമ്പ്യൂട്ടർ കേടാ യൂപ്പോ ബാങ്കില്. അവിടുത്തെ നീതു മാഡം പ്രസവത്തിന് പോയിരിക്കുന്നു. 3 വർഷമായി അവരവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ട്. ഞങ്ങൾ ബാങ്കിൽ കയറി അന്വേഷിച്ചപ്പോൾ 3 വർഷം. അപ്പോൾ ഇവര് വീണ്ടും വന്നിരിക്കുക. അപ്പൊ ഞങ്ങളെ ഇത്രയും 11 പേരെ ഇവര് കബളിപ്പിച്ച. ഞങ്ങൾ അക്ഷരം അറിയാത്തവരായോണ്ടാ, ഞങ്ങൾ കണ്ണു കാണാൻ വയ്യാത്തവരായോണ്ടാ, അറിയാത്തവരുണ്ടായിരുന്നു. അവര് നോക്കാനായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ ഒറ്റപ്പെടുത്തും. ആകെ 13 അംഗങ്ങളുള്ള കുടുംബശ്രീ യൂണിറ്റിലെ 11 അംഗങ്ങളെയും വർഷങ്ങളായി യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ചതിക്കുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്ത അംഗങ്ങളെ ആദ്യം പ്രസിഡന്റും സെക്രട്ടറിയും ബാങ്ക് അഴിമതി കാണിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ പാസ്ബുക്കും രേഖകളും പരിശോധിച്ചപ്പോഴാണ് പണമിടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയതെന്ന് തട്ടിപ്പിനിരയായ കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു. വിവരം പഞ്ചായത്ത് അംഗത്തെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും അറിയിച്ചെങ്കിലും നടപടിയെടുക്കാതെ ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നുവെന്നും തട്ടിപ്പിനിരയായ ഇന്ദിര പറഞ്ഞു. അപ്പൊ ഒരു മാസത്തിൽ പ്രതിമാസം അടയ്ക്കേണ്ടുന്നത് 80,000 ശിഷ്ടം രൂപ അടച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ ഒരു തുക വെച്ചങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. 10,600 രൂപ ഞങ്ങൾക്ക് അടയ്ക്കുന്നത്. ഞങ്ങളത് 30 മാസം അടച്ചു. അത് പിന്നാണ് 30 മാസം കറക്റ്റായിട്ട് ഒരു ദിവസം തെറ്റാതെ 30-ന് മുമ്പേ ആ കാശ് കൊണ്ടുകൊടുത്ത് നമ്മൾ അടപ്പിച്ചുകൊണ്ടിരിക്കുക. ആ 30 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പൊ നമ്മൾ മേടിച്ച 33 ലക്ഷം കഴിഞ്ഞ് അപ്പൊ അവിടെ നിൽക്കട്ടെ, ഇനി ബാക്കി കൂടെ അടിച്ചു തരുമ്പം കൊടുത്താൽ മതി എന്ന് ഇവരെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു വിശ്വസിച്ചു. കാരണം 1.25 ലക്ഷം നമുക്ക് സബ്സിഡി ഉണ്ട്. അപ്പൊ അതിന്റെ ബാക്കി തുക നമ്മൾ അടച്ചാൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ചാണ് പിന്നെ ഞങ്ങൾ അടയ്ക്കാതിരുന്നത്. ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കാശിന് പ്രശ്നം ഉണ്ടാക്കാൻ പറഞ്ഞത്. അത് ബാങ്കിൽ പറയുന്നത് നിങ്ങൾ എന്തിനാ മുടക്കി, അടച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാശ് കിട്ടിയെന്നല്ലേ, അത് നമ്മളങ്ങ് അടച്ചാൽ മതി. വീണ്ടും 10,600 രൂപ വെച്ച് അടുപ്പിച്ച് 3 മാസം കൂടെ കൊടുക്കണം. ഇത് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോഴേ അവർ പറയുന്നത് ഏറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാങ്കുകാരെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നപ്പോഴാണ്. കാരണം ഞങ്ങളൊരു 4 മണി തൊട്ട് 3-3:30 തൊട്ട് ഞങ്ങളൊരു കമ്മിറ്റി, അടിയന്തര കമ്മിറ്റി കൂടി അവരെ വിളിച്ചു കൂട്ടി ചോദിച്ച് 5 മണി വരെ ഇവർ എത്തില്ല. അങ്ങനെ ആയപ്പോഴാണ് 5 മണി കണക്കാണ് ഈ 1,20,000 എടുത്തു എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചായത്ത് മെമ്പറോടും പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് എനിക്ക് സമയമില്ല, ഞാൻ ഇപ്പം വരാക്കത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സംഭവം അന്വേഷിച്ച് ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചിരിയുടെയും ചിന്തയുടെയും വലിയ മെത്രാപ്പൊലീത്തയ്ക്ക് 97ന്റെ ചെറുപ്പം. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. ചിരിയുടെയും ചിന്തയുടെയും വലിയ ലോകം മലയാളികൾക്ക് മുന്നിൽ തുറന്നുവച്ച ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്തയ്ക്ക് ഇനി 97ന്റെ ചെറുപ്പം. ഏപ്രിൽ 27-നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. മാർത്തോമാ സഭയുടെ കേരളക്കരയിലെ പരമോന്നതനാണ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത. മതാതീത സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും ജാതിമത ചിന്തകൾക്കതീതമായുള്ള ഒരു തലമുറ വളർന്നു വരണമെന്നും ആഗ്രഹിക്കുന്ന അദ്ദേഹം അതിനായി പ്രായത്തിന്റെ അവശതകൾ മറന്ന് അക്ഷീണം പ്രവർത്തിക്കുന്നു. തന്റെ ജന്മദിനം പ്രമാണിച്ച് പണം മുടക്കിയുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നവരോട് ഈ പണം പാവങ്ങൾക്ക് ദാനം ചെയ്യാനാണ് തിരുമേനിയുടെ ആഹ്വാനം. എല്ലാവർക്കും പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും ഉണ്ടാകണമെന്നും അതിനാൽ സഹജീവികൾ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ഇഹലോകത്തിൽ ജീവിക്കണമെന്നും അദ്ദേഹം ഉപദേശിക്കുന്നു. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ സമൂഹം സമഭക്തിയോടെ ആദരിക്കുന്ന മഹത് വ്യക്തിത്വമാണ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. കേരളത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ നവചൈതന്യം പകർന്നുകൊണ്ട് സുദീർഘവും സഫലവുമായ ഇടയ ശുശ്രൂഷയിലാണ് ഈ നല്ല ഇടയൻ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അഞ്ചൽ ഏറത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. ഏറം ചേറ്റുകുഴി സ്വദേശി ജോയി മോനാണ് മരിച്ചത്. ഏറം ചേറ്റുകുഴി ചെറുപുഷ്പവിലാസത്തിൽ ജോയിയുടെയും പരേതയായ ഓമനയുടെയും മകൻ 20-കാരനായ ജോയി മോനാണ് മരിച്ചത്. പുതിയ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷന് വേണ്ടി വലിച്ചിരുന്ന ഇലക്ട്രിക് വയറിൽ നിന്നും വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി 9:30-ഓടെയായിരുന്നു സംഭവം. ജോയി മോന്റെ മാതാവ് ഓമന ഈ മാസം 5-ാം തീയതി രോഗബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ജോമോൻ, ജോമോൾ എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വേനൽ മഴയ്ക്കൊപ്പമെത്തുന്ന ശക്തമായ ഇടിമിന്നൽ കടക്കൽ മേഖലയിൽ ഭീതി വിതയ്ക്കുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ മിന്നലിൽ 14-കാരൻ മരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിരവധി പേർ മിന്നലേറ്റ് മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി വീശിയ കാറ്റിൽ നിരവധി മരങ്ങൾ ഒടിഞ്ഞും കടപുഴകയും നിലം പതിച്ചു. വൈദ്യുതി ബന്ധം താറുമാറായി. നേരിയ തോതിൽ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞാണ് പ്രദേശത്ത് മഴയും മിന്നലും നാശം വിതയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മിന്നലേൽക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും പൊതുജനങ്ങൾ ഒഴിവാകണമെന്നും മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരം കടയ്ക്കാമണ്ണിലെ ഖാദി ഉൽപാദന കേന്ദ്രം പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രസാമഗ്രികൾ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുമ്പോഴും അധികൃതർ മൌനത്തിലാണ്.
കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ തൊഴിൽശാല നശിക്കുന്നത്. പരുത്തിപ്പഞ്ഞിയിൽ നിന്ന് നൂലും വസ്ത്രവും നെയ്യുന്നതിനായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിൽ 100-ലധികം തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. പട്ടികജാതി വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 50 സെന്റ് സ്ഥലത്ത് 1983 PN ഗംഗാധരൻ നായർ ഖാദി ബോർഡ് ചെയർമാനായിരുന്നപ്പോഴാണ് കെട്ടിടം നിർമ്മിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിനോട് ചേർന്ന് പട്ടുനൂൽ പുഴു വളർത്തലിനായി 30 സെന്റ് സ്ഥലത്ത് മൾബറി കൃഷിയും നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം തുണികൾ നിർമ്മിച്ച് കയറ്റുമതി നടത്തിയിരുന്നു. പിന്നീട് തൊഴിലാളികൾക്ക് വേതനം നൽകാതെ വന്നതും തൊഴിലാളികൾക്ക് അലർജി വ്യാപിച്ചതും കാരണം സ്ഥാപനം അടച്ചുപൂട്ടുകയായിരുന്നു. എല്ലാ സൗകര്യങ്ങളും സർക്കാർ തലത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും മെറ്റീരിയൽ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഇഷ്ടം പോലെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇത് കൊല്ലം ജില്ലാ പ്രോജക്ട് ഓഫീസറുടെ അണ്ടറിലാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് യാതൊരുവിധ തരത്തിലും ഇതിനെക്കുറിച്ചൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഈ തൊഴിൽ ഇവിടെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും വിവിധ മേഖലയിലുള്ള ആൾക്കാർക്ക് ഇവിടെ തൊഴിൽ കിട്ടുമായിരുന്നു. പിന്നെ കൂടാതെ സ്ത്രീകൾക്ക് ശമ്പളവും വർധനവും കുറവാണ്. ഇവർക്ക് കാലാകാലം ESA അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ മറ്റു കാര്യങ്ങളോ ഒരു ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു സ്ഥാപനം ഇവിടെ നശിച്ചു പോയതായിട്ട് ഇപ്പം കാണുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ യന്ത്രസാമഗ്രികൾ ഇവിടെ തുരുമ്പെടുത്ത് നശിക്കുന്ന നിലയിലാണ്. പുതിയ തൊഴിൽശാലകൾക്കായി മുറവിളി കൂട്ടുമ്പോഴും 100-ലധികം പേർക്ക് തൊഴിൽ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് അധികൃതർ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കേന്ദ്ര തൊഴിൽ സഹമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമരപരിപാടികൾക്കൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. അതുപോലെ കേന്ദ്രമന്ത്രിമാരും ഇവിടെ ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ഥാപനം പുനരാരംഭിച്ച് ഈ ഇവിടുത്തെ പ്രദേശത്തുള്ള തൊഴിലാളികൾക്ക്, സ്ത്രീകൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ സംവിധാനവും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പച്ചിരുമ്പിൽ പരമ്പരാഗത ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കുന്ന ആലകൾ സംസ്ഥാനത്ത് നിന്നും അപ്രത്യക്ഷമാവുകയാണ്. എന്നാൽ തമിഴ്നാട്ടിലെ ചില അതിർത്തി ഗ്രാമങ്ങളിൽ ആലകളിലെ അധ്വാനം ഇന്നും സജീവമാണ്. തെന്മല ബ്യൂറോയുടെ റിപ്പോർട്ട്. കേരളത്തിന്റെ അതിർത്തി ഗ്രാമമായ ചെങ്കോട്ടയ്ക്കടുത്ത് കീഴൂരിൽ അവസാന കണ്ണികളെന്നോണം ചില ആലകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ദോശക്കല്ലുകളും അപ്പച്ചട്ടികളും മൺവെട്ടിയും മൺകോരിയും വെട്ടിരുമ്പും കൊടുവാളുമൊക്കെ ഇവിടെ ഈ തീച്ചുളയിൽ ഇവരുടെ അധ്വാനത്തിലൂടെ പിറവിയെടുക്കുന്നു. കേരളത്തിലേതടക്കമുള്ള വിപണികളിൽ ഇപ്പോൾ ലഭിക്കുന്ന അലോയ് നിർമ്മിതമായ ദോശക്കല്ലുകളിലും നോൺ സ്റ്റിക് തവകളിലുമൊക്കെ പാചകം ചെയ്ത് കഴിക്കുന്നത് മനുഷ്യന് ഹാനികരമാണെന്ന് പഠനങ്ങളുണ്ട്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇത്തരം ന്യൂ ജനറേഷൻ ഗൃഹോപകരണങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയം. എന്നാൽ മനുഷ്യന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ പ്രകൃതിയിൽ നിന്നെടുക്കുന്ന പച്ചിരുമ്പിൽ നിർമ്മിക്കുന്ന ആരോഗ്യത്തിന് ദോഷകരമാവാത്ത ഈ വീട്ടുപകരണങ്ങളെയും പരമ്പരാഗത തൊഴിലിനെയും അവഗണിക്കുന്ന കാഴ്ചയാണ് സമീപകാലത്തുള്ളത്. പരമ്പരാഗതമായ ഈ തൊഴിൽ തങ്ങളോടൊപ്പം ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് ഈ ആലയിലെ അവസാന കണ്ണികളായ തൊഴിലാളികൾ. தோசைக்கல், மம்பட்டி, அருவாள், கோடாரி, பிளேட் தோசைக்கல், அருவமனை, சட்டாப்பை, சுத்தியல், கத்தி எல்லாத்தையும் நாங்கள் அடிச்சுக்கிட்டு இருக்கோம். இது எங்கள் தலைமுறை நின்று போவோம். இதுக்கு மேல் உள்ளது இப்போ உள்ள புது சந்தை யாரும் வரத்தில்லை. இது 10 தலைமுறையாக இருக்கும். இந்த தலைமுறையோட இது முடிஞ்சு போகும். കേരളത്തിലെ തോട്ടമേഖലയിലെ തൊഴിലാളികൾ മൺവെട്ടികളും മൺകോരികളും വാങ്ങാനെത്തുന്നതാണ് ഈ കരിപുരണ്ട ജീവിതങ്ങളെ ഇപ്പോഴും നിലനിർത്തുന്നത്. നാട്ടിൽ അപ്രത്യക്ഷമാകുന്ന പരമ്പരാഗതമായ തൊഴിലുകളിൽ ആലകളും താമസിയാതെ വന്നുചേരുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. കാലപ്പഴക്കത്താൽ തകർച്ച നേരിടുന്ന 11 kV ലൈനുകൾ കുളത്തൂപ്പുഴ മരുതിമൂട് ESM കോളനിയിൽ അപായ ഭീഷണി ഉയർത്തുന്നു. KSEBയുടെ അനാസ്ഥയാണ് കാരണം. മരുതിമൂട് ESM കോളനിയിലെ ജനവാസ മേഖലയിലൂടെ കടന്നുപോകുന്ന 11 kV ലൈനിന്റെ വൈദ്യുത തൂണുകൾ ഏതു സമയവും നിലംപതിച്ച് കോളനിവാസികൾക്ക് ജീവാപായ ഭീഷണി ഉണ്ടാക്കുമെന്ന അവസ്ഥയിലാണ്. കാറ്റും മഴയും നിലനിൽക്കുന്ന സമയത്ത് വൈദ്യുത തൂണുകൾ വീടുകൾക്ക് മേലെ പതിക്കാൻ സാധ്യതയുണ്ട്. ജീർണിച്ച വൈദ്യുത തൂണുകളിലൂടെ കടന്നുപോകുന്ന ലൈനുകൾ ഭൂരിഭാഗവും തകർച്ചയിലാണ്. കുളത്തൂപ്പുഴയിൽ നിന്നും KLD ബോർഡിന്റെ ഹൈടെക് ഡയറി ഫാമിലേക്ക് പോകുന്ന ഭാഗത്തെ വൈദ്യുത തൂണുകളാണ് തകർച്ച നേരിടുന്നത്. നിരവധി കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് താമസിക്കുന്നത്. കാറ്റിലും മഴയിലും ഭീതിയോടെയാണ് സ്ഥലവാസികൾ കഴിച്ചുകൂട്ടുന്നത്. പോസ്റ്റ് ഒടിഞ്ഞ സമയത്ത് 2-3 വർഷത്തോളം ആകുന്നു ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അവരടുത്ത് പറഞ്ഞാൽ അവരൊന്നും എറിക്കൂല. ആരോട് പറഞ്ഞാലും പരാതി ആവശ്യം പോലെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരാതിക്കൊന്നും നമുക്ക് ഒരു തീരുമാനവും ഇല്ല. പരാതി ഞങ്ങൾ എഴുതി ഒപ്പിട്ട് കറണ്ട് അടയ്ക്കാൻ പോകുമ്പം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാമ്പിലെങ്ങാണ്ടൊക്കെ ആരാണ്ട് അപേക്ഷ കൊടുത്തു എന്ന് പറയുന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ പറഞ്ഞേ ഞാൻ കേട്ടോളൂ. പറഞ്ഞാ വന്ന് നോക്കൂ. ഇത് ഒരു ബോംബ് പൊട്ടും പോലെ ഇതിന്റെ സൗണ്ട് കേൾക്കുന്നത്, തീ പിടിക്കുന്നത്. ഇത് കറണ്ടിൽ കമ്പി തട്ടുമ്പം ഇത് ഒച്ചത്തിൽ സൗണ്ട് കേൾക്കും. അപ്പോഴാരെങ്കിലും വന്ന് നോക്കിപ്പോവും.
അപ്പം ഞാൻ ഇതുപോലെ ഒരിക്കൽ താഴെ ഈ കമ്പിയിൽ തീ എത്തിയ സമയത്ത് ഞാൻ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ് അവർ വന്ന് നോക്കിയിട്ട് താഴെ കൊണ്ടുവന്നൊരു പോസ്റ്റർ ഇട്ടിട്ട്, താഴെ അറ്റത്ത് കൊണ്ടുവന്ന് ഒരു പോസ്റ്റർ ഇട്ടിട്ട്, അല്ലാതെ അവർ ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും അവർ തിരിഞ്ഞു നോക്കത്തില്ല, അത്രയേ ഉള്ളൂ. കാലപ്പഴക്കം ചെന്ന വൈദ്യുത പോസ്റ്റുകൾ നീക്കി പുതിയത് സ്ഥാപിക്കാൻ KCB അധികൃതർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് DYFI അഞ്ചൽ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷൈജു ലൈവ് വാർത്തയോട് പറഞ്ഞു. മരുതിമൂട് കോളനിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ് വളരെ ഭീകരമായ നിലയിൽ തന്നെ അവിടുത്തെ കുടുംബങ്ങൾക്കും അവിടെ ഉള്ളവരുടെയും ഏത് നിമിഷവും ഒരു അപകടം പതിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ തുടരുകയാണ്. അപ്പോൾ നിരവധി തവണ KCB അധികൃതരെ വിവരം അറിയിക്കുകയും എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നീക്കവും ഉണ്ടാകാതിരിക്കുന്ന സ്ഥിതിയാണ് ഇന്നിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് KCBയുടെ അധികൃതർ വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും കൂട്ടി KCBയുടെ അധികാരികളുടെ മുന്നിലേക്ക് ഒരു പ്രക്ഷോഭ പരിപാടി തന്നെ നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കെട്ടിടങ്ങൾക്ക് ബലക്ഷയ ഭീഷണി ഉയർത്തി മരങ്ങളുടെ വേരോട്ടം. ആൽമരം അടക്കമുള്ള വൃക്ഷങ്ങൾ കെട്ടിടത്തിന്റെ ചുവരുകളിൽ വേരുറപ്പിക്കുമ്പോഴും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ്. ആശുപത്രി കെട്ടിടത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് കെട്ടിടത്തിൽ ആൽമരങ്ങളുടെയും മറ്റും വളർച്ച. ഇത് നീക്കം ചെയ്യാത്തത് കാരണം കെട്ടിടങ്ങൾ ബലക്ഷയ ഭീഷണി നേരിടുകയാണ്. കെട്ടിടത്തിന്റെ ഭിത്തിയിലൂടെ വളർന്ന മരങ്ങളുടെ വേരുകൾ താഴേക്ക് പടർന്ന് മണ്ണിലെത്തിയതിനാൽ ഇത് തഴച്ചു വളരാൻ ഇടയാക്കുന്നുണ്ട്. 12 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആശുപത്രി കെട്ടിടങ്ങൾ നവീകരിച്ചത് മാസങ്ങൾക്ക് മുൻപാണ്. ഈ സമയത്തും ആശുപത്രിയുടെ പ്രധാന കെട്ടിടത്തിന്റെ പിൻഭാഗത്തായി ആൽമരവും മറ്റും വളർന്നിറങ്ങിയിരുന്നു. കെട്ടിടത്തിലൂടെ പടർന്ന് മണ്ണിൽ വേരോട്ടമുറപ്പിച്ച മരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് ആശുപത്രിയിലെ പേവാർഡിന്റെ നവീകരണവും ആധുനിക പ്രസവാശുപത്രി കെട്ടിടത്തിന്റെ മുകളിൽ ഷീറ്റ് മേയിലുമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. പുതിയ ഫണ്ട് കണ്ടെത്താനും ആശുപത്രി വികസന ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കാനുമൊക്കെ കാട്ടുന്ന ഉത്സാഹം കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പുലർത്തുന്നില്ലെന്നും വ്യാപക ആക്ഷേപമുണ്ട്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റി ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും മോശപ്പെട്ട സമീപനം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്നത്. മാസത്തിൽ ഒരു തവണയെങ്കിലും ഇതിന്റെ അവലോകന കമ്മിറ്റി കൂടി ഹോസ്പിറ്റലിന്റെ പരിസര ശുദ്ധീകരണത്തെ സംബന്ധിച്ച് വിലയിരുത്തി അതിനാവശ്യമായ പരിഹാരം ഉണ്ടാക്കേണ്ടതാണ്. അതിന് സഹായകരമായ സമീപനം ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി സ്വീകരിക്കുന്നില്ല. തീർച്ചയായും അത് പ്രതിഷേധാർഹമാണ്. അതിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നു വരേണ്ടതുകൊണ്ട് അതിന് സഹായകരമായ സമീപനം സ്വീകരിക്കും. ആശുപത്രിയുടെ സംരക്ഷണ മതിൽ മഴയിൽ തകർന്നു വീണ് 1 വർഷം തികയാറായിട്ടും ഇത് പുനർനിർമ്മിക്കാനും നടപടിയുണ്ടായിട്ടില്ല. മഴക്കാലത്തിന് മുൻപേ മതിൽ നിർമ്മിച്ചില്ലെങ്കിൽ മറ്റു കെട്ടിടങ്ങളുടെ നിലനിൽപ്പിന് പോലും ഇത് ഭീഷണിയുണ്ടാക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജുവും പഞ്ചായത്ത് അധികൃതരും വീടുകളിൽ നേരിട്ടെത്തി അഭിനന്ദിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനാണ് MLA അഡ്വക്കേറ്റ് K. രാജുവും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വിദ്യാർത്ഥികളുടെ വീടുകളിൽ നേരിട്ടെത്തിയത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ച ശേഷം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ MLA അഡ്വക്കേറ്റ് K. രാജു വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഐശ്വര്യ S, നീലിമ, അഭിരാമി, ഭവ്യസേന, അഞ്ജലി, നിയ സ്റ്റീഫൻ തുടങ്ങിയവരുടെ വീടുകളിലാണ് MLAയും മറ്റ് ജനപ്രതിനിധികളും നേരിട്ടെത്തി അഭിനന്ദനം അറിയിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത്, അനിൽ തുടങ്ങിയവർ MLAയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സാംസ്കാരിക സംഘടനയായ സിമാക്കിന്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിക്കുന്നു. സമന്വയം 2014 എന്ന പേരിൽ കൊട്ടാരക്കര മുട്ടറയിലാണ് പരിപാടി. മെയ് 10 മുതൽ ഡിസംബർ 14 വരെയാണ് പരിപാടികൾ നീണ്ടു നിൽക്കുക. ദേശീയ തലത്തിൽ സംഗീത കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് സെന്റർ ഫോർ ഇന്ത്യൻ മ്യൂസിക്, ആർട്സ് ആൻഡ് കൾച്ചർ അഥവാ സിമാക്. വിവിധ സംസ്ഥാനങ്ങളിലെ സമാന സാംസ്കാരിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കലയുടെ നവീന സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തിച്ചു വരികയാണ് സ്ഥാപനം. സിമാക്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കലാസാംസ്കാരിക ശില്പശാല മെയ് 10 മുതൽ ഡിസംബർ 14 വരെ കൊട്ടാരക്കര മുട്ടറയിൽ നടക്കും. 10 മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി ശില്പശാല ഉദ്ഘാടനം ചെയ്യും. മുട്ടറ സർക്കാർ സ്കൂളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ 10 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും.
ഒപ്പം അഫ്ഗാൻ മലയാളി കൂട്ടായ്മ തിരഞ്ഞെടുത്ത 13 പേർക്ക് ധനസഹായങ്ങളും ലഭ്യമാക്കും. സിമാക് 2015 കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന ജില്ലാതല ശില്പശാലയിൽ വിവിധ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 3000-ഓളം പേർ ചടങ്ങിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരങ്ങൾ, വിദ്യാഭ്യാസ വികസന സെമിനാറുകൾ, പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തസംഗീത പരിപാടികൾ എന്നിവ ശില്പശാലയുടെ പ്രത്യേകതയാണ്. മുട്ടറ ഉദയഭാനു, PK വിജയനാഥ്, M രാജീവ്, S അനിൽകുമാർ, G രാമചന്ദ്രൻ, NS പുഷ്പകുമാർ, രജനീചന്ദ്രൻ, KV ശങ്കർ, G തിലക, ശ്രീദേവി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. സിമാക് എന്ന് പറഞ്ഞാൽ ഈ പ്രവാസി മലയാളി, അഫ്ഗാൻ മലയാളികളുടെ കൂട്ടായ്മയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പം സിമാക് സംഘടിപ്പിക്കുന്ന സമന്വയം 2014 എന്നുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 10-ാം തീയതി നമ്മുടെ മുട്ടറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തും. അപ്പോൾ അതിനകത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യ MA MLA ആളുകളാണ്. പിന്നെ കാവാലം, കടമനിട്ട, അങ്ങനെ വിദഗ്ധരായ, വിശിഷ്ടരായ ഈ രംഗങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരുപാട് പേര് ഇതിൽ ഈ ശില്പശാലകളിൽ പങ്കെടുക്കും. അപ്പോൾ ഇത് ഏതാണ്ട് 8 മാസം നീണ്ടു നിൽക്കുന്ന ശില്പശാലയാണ്. മെയ് മാസം മുതൽ ഡിസംബർ വരെയുള്ള 8 മാസങ്ങളിൽ ഓരോ മാസം ഓരോ ശില്പശാലകൾ ആണ് സംഘടിപ്പിക്കുന്നത്. വിവിധ രചനാ മത്സരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ സർഗസംവാദങ്ങൾ, വിവിധ പഠന ക്ലാസ്സുകൾ, സംഗീത സദസ്സ്, പിന്നെ ക്ലാസിക്കൽ ഡാൻസ്, നാടൻ കലാരൂപങ്ങൾ, രംഗാവിഷ്കാരം, ചലച്ചിത്ര മത്സരം, ചലച്ചിത്രോത്സവം, ചിത്രപ്രദർശനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഈ വരുന്ന കാര്യങ്ങളാണത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് ഉത്സവം മെയ് 3 നടക്കും. ഉത്സവത്തിന്റെ മുന്നോടിയായുള്ള ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മെയ് 9 ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവം സമാപിക്കും. മെയ് 1 വരെയാണ് സപ്താഹം. വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കോക്കുളത്ത് മഠത്തിൽ മാധവര് ശംഭുപൂറ്റി ഭദ്രദീപം കൊളുത്തി യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ഹരിഹര ചൈതന്യാണ് യജ്ഞാചാര്യൻ. ശ്രീകുമാർ തിരുവനന്തപുരം യജ്ഞഹോതാവും, തുളസി അയ്യവർകാല, വിജയൻ തഴുത്തല, സുദേശൻ അയ്യവർകാല എന്നിവർ പൌരാണികരാണ്. സപ്താഹത്തോടനുബന്ധിച്ച് മെയ് 3 വരെ ദശാവതാര ചാർത്തും മെയ് 1 വരെ അന്നദാനവും നടക്കുമെന്ന് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിഷ് വി ചന്ദ്രയും സെക്രട്ടറി B പ്രകാശും അറിയിച്ചു. ഇപ്രാവശ്യത്തെ സപ്താഹയജ്ഞവും ദശാവതാര ചാർത്തും ഏപ്രിൽ മാസം 25-ാം തീയതി തുടങ്ങി. സപ്താഹയജ്ഞം മെയ് മാസം 1-ാം തീയതി തീരുന്നു. മെയ് മാസം 2-ാം തീയതി മുതൽ കൊടിയേറ്റ് ഉത്സവം തുടങ്ങി മെയ് മാസം 9-ാം തീയതി. സപ്താഹയജ്ഞത്തിൻ്റെ എല്ലാ ദിവസവും അന്നദാനമുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെയധികം ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് എല്ലാം കൂടി 15 ദിവസം കൊണ്ടാണ് നടത്തപ്പെടുന്നത്. ഒരു കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ശ്രീമദ് സപ്താഹയജ്ഞം നടത്തിക്കൊണ്ടിരുന്നു. കേരളത്തിലെ പ്രബുദ്ധരായ വായനക്കാരാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നൊക്കെ ഈ യജ്ഞശാലയിലെ കർമ്മങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ലായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ക്ഷേത്രോപദേശ സമിതി മുമ്പൊന്നുമില്ലാത്ത വിധം വളരെ ചിട്ടയായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മെയ് 3 വൈകിട്ട് 7:30 തൃക്കൊടിയേറ്റ് നടക്കും. മെയ് 9 വരെയാണ് ഉത്സവം. ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂർ ചെങ്കോട്ട റെയിൽപാതയിൽ പുനലൂർ ഇടമൺ റീച്ചിലെ അന്തിമഘട്ട ഗേജ് മാറ്റ ജോലികൾ പുനരാരംഭിച്ചു. 3 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് സൂചന. വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും സമൂഹത്തിന്റെ അവഗണനയും കുട്ടികളുടെ പഠനത്തെ സാരമായി ബാധിക്കുന്നുവെന്ന് ചിതറ ഗ്രാമപഞ്ചായത്തിലെ ബാലസഭ. അഞ്ചൽ ഏറത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. അഞ്ചലിൽ കുടുംബശ്രീ യൂണിറ്റിന് അനുവദിച്ച ബാങ്ക് ലോൺ കുടുംബശ്രീ സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് തട്ടിയെടുത്തതായി ആരോപണം. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.